ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന പോലുള്ള ഒരു ന്യൂ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നാട്ടിലെ നല്ലൊരു ചിട്ടി കമ്പനിയിലെ കളക്ഷൻ ഏജൻ്റായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഞാൻ മനു. വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ ആ ജോലിയിൽ സന്തോഷവാനായിരുന്നു. അനിയൻ ഗൾഫിലാണ്. ഡാഡിക്ക് ടൗണിൽ തന്നൊരു ഷോപ്പുണ്ട്. ഡാഡി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായി സ്ഥിരം 1 മണിക്ക് തന്നെ വീട്ടിലെത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടാണ് ഷോപ്പിൽ പോകുന്നത്. മമ്മി വീട്ടിൽ തന്നെയായിരുന്നു. മമ്മി എന്നു മുതലാണ് കാമറാണിയായി എൻ്റെ മനസ്സിൽ കടന്നുകൂടിയതെന്ന് ഓർമ്മയില്ല. ചിലപ്പോൾ തോന്നും കൂട്ടുകാരുടെ സംസാരത്തിൽ നിന്നാണോ എൻ്റെ മമ്മിയുടെ ശരീരവർണ്ണന മിക്കപ്പോഴും ഞങ്ങളുടെ സംസാരത്തിൽ അറിയാതെയാണേലും കടന്നു വരാറുണ്ട്. എല്ലാവരും എൻ്റെ മമ്മിയുടെ ശരീര സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ മെല്ലെ തലപൊക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ മമ്മിയെ ഓർത്താണ് എൻ്റെ കൂട്ടത്തിലുള്ളവർ പോലും ചിലതൊക്കെ ചെയ്യുന്നത് എന്നുകൂടെ അറിഞ്ഞപ്പോൾ എൻ്റെ മമ്മിയായി പിന്നെ എൻ്റെ മനസ്സ് നിറയെ. കാരണം എൻ്റെ മമ്മിയുടെ പേര് ഉഷ. അതീവ സുന്ദരിയായിരുന്നു. പേര് പോലെ തന്നെ നല്ല ഉഷാറായിരുന്നു. നല്ല വെളുത്ത ശരീരവും ചുവന്ന ചുണ്ടുകളും വിടർന്ന കണ്ണുകളും ചുരുണ്ട ചന്തി വരെ നീണ്ടുകിടക്കുന്ന കാർക്കൂന്തലും നിറഞ്ഞ മാറിടവും തുള്ളിത്തുളുമ്പി കളിക്കുന്ന നല്ല വിടർന്ന നിതംബവും കണ്ട് തന്നെ ഏതൊരാണിനും മനസ്സ് നിറയും. ഇതെല്ലാം ഒരു നൈറ്റിക്കുള്ളിൽ മറച്ച് നടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സ് കിടന്ന് വിങ്ങാൻ തുടങ്ങും. ഈ പ്രായത്തിലും, അതായത് എനിക്ക് ഈ വയസ്സ് 24 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും പ്രായം ഊഹിക്കാമല്ലോ. അവരിപ്പോഴും അവരുടെ സ്വകാര്യ ജീവിതം നല്ലവണ്ണമാണ് ആസ്വദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ ഒരു ദിവസം രാവിലെ എനിക്ക് നേരത്തെ ഓഫീസിൽ പോകുന്നതിന് വേണ്ടി ചായ ഉണ്ടാക്കി തരാൻ പറയാനായിട്ട് അവരുടെ ബെഡ്റൂമിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ്. മമ്മി ചരിഞ്ഞു കിടന്നുറങ്ങുന്നുണ്ട്. ഡാഡി വാഷ്റൂമിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ കാഴ്ച കൺകുളിർക്കെ കണ്ടു നിന്നു. കാരണം തലേ രാത്രിയിലെ ഡാഡിയുമായുള്ള ആ ബന്ധത്തിന് ശേഷമുള്ള എൻ്റെ സുന്ദരി കോതയുടെ ഉറക്കം കുളിർമയുള്ള കാഴ്ചയായിരുന്നു. ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന മമ്മിയുടെ മാദകമേനി തുടുത്തു വെളുത്ത വലത് കാൽ കുറച്ച് പൊക്കി തലയണയിൽ കയറ്റിവെച്ചുള്ള ഉറക്കം. കാൽപാദം മുതൽ കാൽമുട്ട് വരെ ചെറിയ ചെറിയ കറുത്ത രോമങ്ങൾ, അതിനു മുകളിലേക്ക് നനുനനുത്ത സ്വർണ്ണ രോമങ്ങൾ. ആ കാഴ്ച വല്ലാത്തൊരു വികാരമായിരുന്നു. ആ ബെഡിൽ എൻ്റെ റാണിയുടെ കൂടെ കിടന്ന് മൂപ്പത്തിയെ എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്തുന്ന രംഗം ഓർത്ത് ഞാൻ ഉണ്ണിക്കുട്ടനെ തലോടി അവിടുന്ന് നടന്നു. പിന്നീടുള്ള നാളുകളിൽ എൻ്റെ പ്രയോഗങ്ങൾ ആ പൂമേനെ ഓർത്തുകൊണ്ടായിരുന്നു. പിന്നീട് മമ്മിയെ എങ്ങനെ വളയ്ക്കാമെന്നായി ചിന്ത. ആദ്യം ഓരോ സീരിയൽ നടിമാരെ അവരുടെ സൗന്ദര്യത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങി. അതിലൊരു നടി എന്നും എൻ്റെ ഹരമായിരുന്നു. ദീപ്തി IPS ആയി വേഷമിട്ട ഗായത്രി അരുൺ. അവൾ വരുന്ന സീനുകളിൽ മമ്മി തന്നെ എന്നെ വിളിക്കാറുണ്ട്. സീരിയൽ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നില്ല. എന്നാലും ഞാൻ ഈ സീരിയൽ കാണുവാൻ മുടക്കം വരുത്താറില്ല. അവളുടെ മേനിയഴക് ഞാൻ പലപ്പോഴും മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാൻ ഇങ്ങനത്തെ പെണ്ണ് മതി എന്നൊക്കെ ഞാൻ തട്ടിവിടുമായിരുന്നു. ചില സമയങ്ങളിൽ ഗായത്രി അരുൺ സാരി ഉടുത്ത് വരുമ്പോൾ അവളുടെ ലുക്ക് കണ്ട് എനിക്ക് നല്ല മൂഡായ പോലെ അഭിനയിച്ച് മമ്മിയുടെ സൈഡിൽ ഇരുന്നു കൊണ്ട് ചില സൈനൊക്കെ കാണിക്കും. മമ്മി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില നേരങ്ങളിൽ
പറഞ്ഞു പറഞ്ഞ് കാട് കയറി സംസാരം മറ്റേ രീതിയിലെത്തുമ്പോൾ മമ്മി നിർത്തും. എന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് തടി നപ്പുന്നത് പതിവായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ രാവിലെ ഓഫീസിൽ പോകാൻ പുറത്തുള്ള കുളിമുറിയിൽ കയറി കുളി, അത് കഴിഞ്ഞ് വരുന്നത് നനഞ്ഞ വെളുത്ത തോർത്തുടുത്തുകൊണ്ടായിരുന്നു. ആ സമയം മമ്മി പേപ്പർ വായനയുമായി സിറ്റൗട്ടിൽ കാണും. നനഞ്ഞൊട്ടിയ തോർത്തുടുത്ത് നിൽക്കുന്ന ഞാൻ മമ്മിയുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ശ്രമം നടത്തും. അതിലൊന്നും മമ്മി ശ്രദ്ധിക്കുന്ന മട്ടില്ല. കാരണം മമ്മി ഒരു നല്ല വീട്ടമ്മയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. എനിക്ക് വയസ്സ് 25 അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. തൃശ്ശൂരായിരുന്നു ഭാര്യ ദിവ്യയുടെ വീട്. അവൾ അവിടെ ഒരു സ്കൂൾ ടീച്ചറാണ്. വർഷം 2 കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ആൺകുട്ടി പിറന്നു. എന്നിട്ടും എൻ്റെ പല ചെയ്തികളും മമ്മിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. സ്വന്തം ഭാര്യയും ബന്ധത്തിലേർപ്പെടുമ്പോൾ പോലും സങ്കല്പിക്കുന്നത് മമ്മിയായിരുന്നു. എന്നാൽ മാത്രമേ എനിക്ക് സ്റ്റാമിനയും പൂർണ്ണ തൃപ്തിയും കിട്ടത്തുള്ളായിരുന്നു. മകൻ എൻ്റെ കൂടെ നിന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഭാര്യ ദിവ്യ അവളുടെ വീട്ടിലും. അവളുടെ ജോലി അവിടെ ആയതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും അവൾ എൻ്റെ വീട്ടിലേക്ക് വരും. മകനുണ്ടായതുകൊണ്ട് മമ്മി എപ്പോഴും തിരക്കിലായിരുന്നു. അവനെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അങ്ങനെ എല്ലാം കൊണ്ടും ബിസി. എന്നാലും ഞാൻ എൻ്റെ മനസ്സിലുള്ള പൂതി വിട്ടിട്ടില്ലായിരുന്നു. ഭാര്യ ദിവ്യയെ ആഴ്ച 2 ദിവസമല്ലേ കിട്ടത്തുള്ളൂ. എനിക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ കളക്ഷൻ കുറവായിരിക്കും. അന്ന് ഞാൻ നേരത്തെ വീട്ടിലെത്തും. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഡാഡി ഷോപ്പിൽ പോകും. രാവിലെ അലക്കി വിരിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ എടുത്ത് മമ്മി അവരുടെ റൂമിൽ പോയി എൻ്റെയും മകൻ്റെയും ഡ്രസ്സുകൾ എടുത്ത് എൻ്റെ റൂമിൽ വരുന്നത് പതിവായിരുന്നു. മമ്മിക്ക് കാണുവാനായി ഞാൻ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം റൂമിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. അതും ഡോർ അടയ്ക്കാതെ തന്നെ. മമ്മി ഓരോ ആവശ്യങ്ങൾക്കും പെട്ടെന്ന് കടന്നു വരും. എൻ്റെ ചെയ്തികൾ കണ്ട് എന്നെ തുറിച്ചു നോക്കി തിരിച്ചു പോകും. ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. എൻ്റെ വിശ്വരൂപം മമ്മിക്ക് കാണിച്ചു കൊടുക്കണം. എന്താണ് പ്രതികരണം എന്ന് നോക്കാമല്ലോ. അപ്പോൾ ആ വിശ്വരൂപം എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ടെലിഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അവിടെ വന്ന് കേൾക്കണം. ഞാൻ നമ്മുടെ ജൂലൈ സ്പെഷ്യൽ ചാനലുണ്ട് ടെലിഗ്രാമിൽ. അതിൽ റിമൈനിങ് പോർഷൻ ഇടും. അപ്പോൾ അത് കേൾക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ആ ലിങ്കിൽ കയറി മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചാനലിൻ്റെ ലിങ്ക് ബാക്കി തരാം. അപ്പോൾ എല്ലാവരും സ്റ്റോറി ബാക്കി കേട്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം. നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.